വയനാട് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട് ജില്ല 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അതുപോലെ തന്നെയാണ് ഈ വന്യജീവി സങ്കേതവും. നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തമിഴ്നാടിൻ്റെ മുതുമലൈ, ഇതൊക്കെ വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. നമുക്കറിയാം, വയനാട് വന്യജീവി സങ്കേതം 4 വിഭാഗങ്ങളിലായി തിരിക്കുന്നുണ്ട്. ബത്തേരി, മുത്തങ്ങ, കുറിച്യ, അതുപോലെ തോൽപ്പെട്ടി. കോഴിക്കോട് നിന്ന് കടന്നു വരുന്ന ഒരാൾ സുൽത്താൻ ബത്തേരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട് വന്യജീവി സങ്കേതമായി. 1973 വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ചെക്ക് പോയിൻറ്റുകൾ ഇവിടെ നമ്മൾ കാണേണ്ടി വരും. എക്സൈസ്, അതുപോലെ സംസ്ഥാനത്തിൻ്റെ അതിർത്തി, അതുപോലുള്ള എല്ലാ അതിർത്തി പങ്കിടുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും ഈ ഒരു വിഭാഗത്തിലുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും അവരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുമുണ്ട്. സുൽത്താൻ ബത്തേരി കഴിഞ്ഞു കഴിഞ്ഞാൽ നായക്കട്ടി, കല്ലൂർ എന്നീ സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം തുടങ്ങുന്നത്. ഈ സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് NH 766. ഇതിൻ്റെ ആദ്യ പേര് NH 212 അത് ഇപ്പോഴടുത്താണ് മാറിയത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന് കീഴിലാണ് വയനാട് വന്യജീവി സങ്കേതവും അതുപോലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യകാലത്ത് നീലഗിരി ബയോസ്ഫിയർ റിസർവായിരുന്ന ഈ സ്ഥലങ്ങളെല്ലാം ചേർന്ന് നിന്നിരുന്ന ഒരു ബയോസ്ഫിയർ റിസർവിനെ പതിച്ച് ഓരോ സംസ്ഥാനങ്ങളിലേക്കായി അത് മാറ്റപ്പെടുന്നതാണ്. നമുക്ക് കേരളത്തിന് വയനാട് വന്യജീവി സങ്കേതം ലഭിച്ചതുപോലെ തന്നെയാണ് കർണാടകയ്ക്കും തമിഴ്നാടിനുമെല്ലാം മറ്റ് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഓഫീസുകളും അവിടുത്തെ സഫാരി വണ്ടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഒരുപാട് പാക്കേജുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ആ പാക്കേജുകളിലായിട്ട് നമുക്കൊരു യാത്ര നടത്തണം. ഇതുപോലെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഇവിടെ തന്നെ അവർ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ തന്നെയുണ്ട് എന്ന് അറിയുക. അതും നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വന്യജീവികളെ കാണാനും തൊട്ടടുത്ത് തന്നെ വന്യജീവികൾ സ്പോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ഇടതുഭാഗത്ത് ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പേര് നുഗു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നദിയാണ്. ഈ കേരളത്തിൻ്റെയും കർണാടകയുടെയും ബോർഡർ സ്ഥിതി ചെയ്യുന്നത് നൂൽപ്പുഴയിലാണ്. അവിടെയെല്ലാം ചെക്ക് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അതാത് സംസ്ഥാനത്തിൻ്റെ പോലീസുകൾ കാവലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കാടുകളിൽ നമുക്ക് യഥേഷ്ടം ഏത് സമയത്തും നിങ്ങൾക്ക് വന്യജീവികളെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് ബന്ദിപ്പൂരും എല്ലാം. ഇത് വേനൽക്കാലമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ വേനൽക്കാലത്തിനേക്കാൾ മഴക്കാലത്ത് നമുക്ക് കൂടുതൽ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. ബംഗാൾ ടൈഗേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ വയനാട് വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ ഒരു ബോർഡുകൾ ശ്രദ്ധിച്ചു നോക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് 30 കിലോമീറ്റർ സ്പീഡിലാണ് നിങ്ങൾ വാഹനം ഓടിക്കേണ്ടത് എന്നാണ്. കാടിനകത്ത് ഏത് സമയത്തും പാസ് ചെയ്തു പോകുന്ന ആനിമൽസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമായ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ പ്രധാന കാഴ്ചകളിലൊന്ന് അവിടുത്തെ കടുവകളാണ്. ബംഗാൾ ടൈഗേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൈഗർ ഉള്ളത് ഈ വയനാട് വന്യജീവി സങ്കേതത്തിലാണ്. ഒരുപാട് അനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് ഈ ടൈഗേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. മഴക്കാലത്ത് നമുക്ക് വളരെയധികം ടൈഗേഴ്സിൻ്റെ പാസിങ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. ബംഗാൾ ടൈഗേഴ്സിനെ കൂടാതെ ആനകൾ, മാനുകൾ, അതുപോലെ കാട്ടി എന്ന് വിളിക്കുന്ന ഗൗർ, അതുപോലെ ഇന്ത്യൻ
ലെപ്പേർഡ്, അതായത് പുലികൾ, അതുപോലെ കരടികൾ, മയിൽ, മൂങ്ങ, അങ്ങനെ വേണ്ട എല്ലാവിധ മൃഗങ്ങളെയും നമുക്ക് ഈ കാഴ്ചകളായി നമ്മുടെ ഇരുഭാഗങ്ങളിലും കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം കഴിഞ്ഞ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഈ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന പുഴയാണ് നുഗു എന്നറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുന്ന സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ ബോർഡർ വരുന്നത്. ഇത് കർണാടകയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ റിസർവിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇത് നമ്മൾ നൂൽപ്പുഴ കഴിഞ്ഞു കർണാടകയുടെ അതിർത്തി നമ്മൾ താണ്ടിയിരിക്കുകയാണ്. ഇനി ഇവിടെ മുതൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്. 1974 ബന്ദിപ്പൂർ നിലവിൽ വരുന്നത്. അതായത് വന്യജീവി സങ്കേതമായ വയനാട് വന്യജീവി സങ്കേതം വന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം. വയനാട് വന്യജീവി സങ്കേതത്തിനേക്കാൾ ഒരുപാട് വലുതാണ് ബന്ദിപ്പൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങൾക്ക് കുറച്ച് പ്രാധാന്യമുണ്ട്. ചന്ദനവും അതുപോലെ തേക്കും യഥേഷ്ടമുള്ള ഒരു കാടാണ് ബന്ദിപ്പൂർ എന്ന് പറയുന്നത്. നമ്മുടെ വന്യജീവി സമ്പത്ത് നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ബന്ദിപ്പൂരുണ്ട് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ തമിഴ്നാട്ടുകാരനായ വീരപ്പൻ നമ്മുടെ ഈ ബന്ദിപ്പൂർ കാടുകളിലായിരുന്നു വസിച്ചിരുന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന് കീഴിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബന്ദിപ്പൂർ. ഈ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് ഡക്കാൻ പീഠഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പതഞ്ഞ ഭൂമിയാണ് നമ്മൾ കാണുന്നത്. ഇരുഭാഗത്തും പതഞ്ഞ് ഏക്കർ കണക്കിന് ഭൂമി. അതിൽ ഈ ബന്ദിപ്പൂർ റിസർവിന് കീഴിൽ പ്രൊജക്റ്റ് ടൈഗർ, പ്രൊജക്റ്റ് എലിഫൻറ്റ്, അതുപോലെ എല്ലാ പ്രൊജക്റ്റുകളും ഈ കാടുകളിലെല്ലാം ഉണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിലും ഇതേ പ്രൊജക്റ്റുകൾ നിലവിലുണ്ട്. വന്യജീവി സമ്പത്ത് നമ്മുടെ വയനാടിനേക്കാൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ബന്ദിപ്പൂർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ടൈഗേഴ്സ്, ബംഗാൾ ടൈഗേഴ്സ്, അതുപോലെ ഇന്ത്യൻ ജാക്കോൾസ്, അതുപോലെ ഏഷ്യൻ എലിഫൻറ്റ്, അതുപോലെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് സ്പോട്ട് ചെയ്യുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. ഈ പറയുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിനെ ഈ യാത്രയിൽ നിങ്ങൾ കാണാതിരിക്കില്ല എന്നാണ് പറയുന്നത്. 2 ഭാഗത്തും ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ കാട് അടിച്ചിടും. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങളെല്ലാം ഇതിനു മുമ്പ് കടന്നു പോകണം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡ്രൈവേഴ്സിന് ഇത് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാടടച്ചിടലിന് കാരണമായ ഒരു സംഭവം 2018 ഒക്ടോബർ 9 നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൽപ്പക എന്ന് പറയുന്ന ഒരു ബസ് ബന്ദിപ്പൂർ റിസർവിൻ്റെ ഭാഗമായിരുന്ന റൗഡി രംഗ എന്ന ഒരു ആനയെ ഇടിച്ചു. അത് പിന്നീട് മരണപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് തമിഴ്നാടും കർണാടകയുമെല്ലാം ഈ അടച്ചിടൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പ് തുറന്നിട്ട റോഡുകൾ തന്നെയായിരുന്നു ഇത്. അടച്ചിടലുമായി ബന്ധപ്പെട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ ചർച്ചകൾ വേദിയാവാറുണ്ട്. ഈ യാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയത് ഇതൊന്നുമല്ല. ഒരു 100 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു പാത എങ്ങനെയായിരിക്കും? എലിവേറ്റഡ് പാതകൾ വരണമെന്ന് ചില ആളുകൾ ശബ്ദമുയർത്തുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനൽ ചർച്ചകളെല്ലാം കാണാറുണ്ട്. ഇനി അങ്ങനെയൊരു സാഹചര്യം ഇവിടെ വരികയാണെങ്കിൽ ഈ റോട്ടിലൂടെയുള്ള മനോഹരമായ യാത്ര എല്ലാ മനുഷ്യർക്കും മിസ്സാവും. അതുപോലെ ഇവിടുത്തെ മൃഗങ്ങൾക്ക് കുറച്ചുകൂടി സ്വൈര്യവികാരത്തോടുകൂടി ഈ ഒരു റോട്ടിലൂടെയൊക്കെ നടന്നു പോകാനുള്ള ഒരു സൗകര്യവും ഉണ്ടാവും. പക്ഷേ അതിനു വേണ്ട കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇപ്പോൾ ആ പ്രൊജക്റ്റ് നടക്കാതെ പോകുന്നത്. ഇനി ഒരുപക്ഷെ ഒരു പ്രൊജക്റ്റ് നാളുകളിൽ വന്നുകൂടായികയില്ല. നമ്മൾ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ 10 വർഷത്തിനിടയിലും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്.
അത് നമ്മുടെ കാടുകളിൽ, നമ്മുടെ നാടുകളിൽ എല്ലാം ആ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഓരോ മലയാളികളും നിർബന്ധമായും യാത്ര ചെയ്തിരിക്കേണ്ട ഒരു റൂട്ടാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ബന്ദിപ്പൂർ, അതുപോലെ വയനാട് വന്യജീവി സങ്കേതത്തിനിടയിലൂടെയുള്ള ഈ ഒരു കാനനപാത നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു പാതയാണ്. അതിമനോഹരമായ ഒരു പാത. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു പാതയാണ്. ഒരുപാട് ടോളുകളും അതുപോലെ തന്നെ ഒരുപാട് ചെക്ക് പോസ്റ്റുകളും നമുക്ക് ഈ ഒരു പാതയിൽ കാണാം. ബാംഗ്ലൂരിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടഞ്ഞു നിർത്തുന്നത് കേരളത്തിലെ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ്. അവർ കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ ബാധിക്കാൻ പോകുന്നത് വളരെ മൃഗീയമായ രാസലഹരിയുടെ ദുർഘടമായ പാതയായിരിക്കും. നമ്മുടെ ഈ അടുത്ത് നമുക്ക് കണ്ടു വളർന്ന ന്യൂസുകൾ ഒരിക്കലും നല്ല ന്യൂസുകളായിരുന്നില്ല. 2025 തുടങ്ങിയത് മുതൽ നമുക്ക് ലഹരി നമ്മുടെ കേരളത്തിലുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമുക്കൊരിക്കലും ചെറുതായി കാണാൻ സാധിക്കുകയില്ല. നമ്മൾ പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയുമൊക്കെ നശിപ്പിക്കുന്ന ലഹരിയെ വിട്ട് ഇതുപോലുള്ള യാത്രകൾ നടത്തുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക, അതുപോലെ നിങ്ങളുടെ നാടിനു വേണ്ടി നല്ല കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കുക. നമ്മുടെ പ്രവർത്തനം നമുക്ക് ലഹരിയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റു രാസലഹരിയുടെ കൂട്ടിലേക്ക് നമ്മൾ അകപ്പെട്ടു പോവില്ല. ഒരിക്കൽ പിടികൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിഞ്ഞ് നടക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ യാത്രകൾ നമുക്ക് നല്ലൊരു ലഹരി തരുന്ന ഒരു വലിയ കൂട്ടുകാരനാണ്. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പലരും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. അതുപോലുള്ള നിമിഷങ്ങളിൽ നമുക്ക് യാത്രകളെ ഒരു ലഹരിയായി കണ്ടാൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ നാടിനുമൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. നിങ്ങളുടെ കാഴ്ചകളിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ പായിക്കുക, പുതിയ ആളുകളുമായി സംസാരിക്കുക, പുതിയ വിശേഷങ്ങൾ നിങ്ങൾ തിരക്കുക, പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അതിലൊരു ലഹരി കണ്ടെത്തുക. ഇടയ്ക്കിടയ്ക്ക് കാടുകളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് കാടിനകത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഇറങ്ങാനോ അതിനൊന്നുമുള്ള ഒരു റൈറ്റുമില്ല. നിങ്ങൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഫൈനുകൾ നിങ്ങളുടെ പോക്കറ്റിൽ അടിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫോറസ്റ്റ് അക്കാര്യത്തിൽ കൃത്യമായ കണിശത പാലിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ ജീവിതത്തിൽ നടത്തേണ്ടതാണ്.